മിക്ക ഭരണാധികാരികളുടെയും അരക്ഷിതബോധത്തിൽ നിന്നാണ് ചരിത്രത്തിലെ എല്ലാ ഇരുണ്ട ഏടുകളും ഉണ്ടായിട്ടുള്ളത് എന്നത് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിലെ ആദ്യത്തെ വാചകമാണ്. 1975 ജൂൺ 25 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായി പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നു. അധികാര ലഹരി മത്തുപിടിച്ചു കഴിഞ്ഞാൽ അധികാരം നിലനിർത്താനായി ഏതറ്റവും പോകും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു ആ 1975 ജൂൺ 25 ആ പ്രഖ്യാപനം. എമർജൻസി എന്ന വാക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട്. എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് പോകണം, അല്ലെങ്കിൽ എമർജൻസിയാണ്, വേഗം വരണം. അത്തരം വാക്കുകൾ നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിന് സമാനമായ പദം മലയാളത്തിൽ അടിയന്തരാവസ്ഥ എന്നാണ്. അത് നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ പറയാറില്ല. അടിയന്തരാവസ്ഥയാണ്, ഉടനെ വരണം എന്നോ അല്ലെങ്കിൽ ഉടനെ ചെയ്യണമെന്നോ നമ്മളങ്ങനെ പറയാറില്ല. അടിയന്തരാവസ്ഥ എന്ന് കേട്ടാൽ പഴയ തലമുറയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഇന്ദിരാഗാന്ധിയുടെ 1975 തൊട്ട് 77 കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന അടിയന്തരാവസ്ഥയെ പറ്റിയാണ്. ആ കറുത്ത ദിനങ്ങളെപ്പറ്റി, ആ ഭീകര ദിനങ്ങളെപ്പറ്റി തന്നെയാണ്. ഒരു 60 വയസ്സിന് അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിൽ നിന്ന് പ്രായമുള്ള എല്ലാവർക്കും ആ ദിനങ്ങൾ ഓർമ്മയുണ്ടാവും. കാരണം ബുദ്ധി വെച്ചാൽ ഒരു 10 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ഏകദേശം ഒരു രൂപം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 15 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എന്നാൽ ആ ഇന്ദിരാഗാന്ധിയുടെ ഇന്നത്തെ അനുയായികൾ, ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇന്നത്തെ ഇവിടെ പല നേതാക്കളും ഒരു 50-60-ൻ്റെയൊക്കെ ചുറ്റുള്ളവർക്കും, അല്ലെങ്കിൽ ആ നേതാക്കൾക്ക് ചുറ്റും നടന്ന് തുള്ളിച്ചാടുന്ന കുറച്ച് ചെറുപ്പക്കാരായ നേതാക്കൾക്കും എന്താണ് അടിയന്തരാവസ്ഥയിൽ സംഭവിച്ചതെന്നൊന്നും ആ ദിനങ്ങളുടെ ദുരനുഭവങ്ങൾ എന്തായിരുന്നു ഒന്നും ഒട്ടും അറിയില്ല. അടിയന്തരാവസ്ഥയിലെ ദുരന്താനുഭവങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് എന്താണ് ഈ അടിയന്തരാവസ്ഥ എന്നൊന്നും നമുക്ക് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ 3 ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അത് 1962 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്നത്തെ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. രണ്ടാമത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അത് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. 1971 ഡിസംബർ 3 പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ രണ്ടാമത്തെ പ്രഖ്യാപനം. ഈ 2 പ്രഖ്യാപനങ്ങളും ഇന്ത്യയെ വിദേശ ശക്തികൾ ആക്രമിച്ചപ്പോഴായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇനി മൂന്നാമത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വിവാദമായ ഈ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് എന്താണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അനുവാദം എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 3 തരം അടിയന്തരാവസ്ഥകളുണ്ട്. ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 352. പിന്നെ ഒന്ന് സംസ്ഥാനങ്ങളുടെ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 356. മൂന്നാമത്തേത് സാമ്പത്തിക എക്കണോമിക് എമർജൻസി അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ, അത് ആർട്ടിക്കിൾ 360. അത് ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഒരു അടിയന്തരാവസ്ഥയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണഘടന അനുസരിച്ച് 352 ആർട്ടിക്കിൾ പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിന് ഇന്ത്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ ഇന്റേണലായ എന്തെങ്കിലും ത്രട്ടണിങ് ഉണ്ടായാലോ ഒക്കെ ഈ സെക്ഷൻ പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ പല കോൺഗ്രസ്സുകാരും ഇന്ദിരാഗാന്ധിയെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. ഭരണഘടന പ്രകാരമാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്, അത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് വാദിച്ചിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. എന്നാൽ എതിർത്ത വിഭാഗവും ചന്ദ്രശേഖരനെ പോലെ ചില നേതാക്കൾ അത് അനുസരിച്ചിട്ട് ആ പാർട്ടി വിടുകയും മറ്റും ചെയ്തതെല്ലാം ചരിത്രം. എന്നാൽ ഈ വകുപ്പ് ഇന്നും പ്രസക്തമാണെങ്കിലും 1978 ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒരു 44ാമത് അമെൻമെന്റായി ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന ഒരു ഗ്രൗണ്ടിന് പകരം ആംഡ് റിബല്യൻ ആയി മാറ്റം വരുത്തുകയുണ്ടായി. അത് ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത്. കാരണം ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിനെ അതിനു പകരം ആംഡ് റിബല്യനായിട്ട് മാറ്റി. അതുകൊണ്ട് തന്നെ ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ ഈ ഒരു റീസൺ ഗ്രൗണ്ട് വേണമെന്നുള്ളതായത് മറ്റൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ഈ ഒരു ഭേദഗതി
വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഭരണഘടന അനുസരിച്ചിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ലോകസഭയും രാജ്യസഭയും തന്നെ അത് 2 മാസത്തിനകം അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഭരണഘടനയുടെ 20, 21 അനുച്ഛേദങ്ങൾ ഒഴികെയുള്ള എല്ലാ പൗരാവകാശങ്ങളും നീക്കം ചെയ്യപ്പെടുമെന്നതാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ കാതൽ. ക്രിമിനൽ ജസ്റ്റിസ് കിട്ടാനുള്ള അവകാശം, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുമാണ് ഈ 2 സെക്ഷനുകൾ, ഈ അനുച്ഛേദങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ 2 അവകാശങ്ങളും നിഷേധിക്കാനായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വഴി സാധിക്കുകയില്ല എന്നുള്ളതാണ് ഭരണഘടനയുടെ 20, 21 അനുച്ഛേദങ്ങൾ പറയുന്നത്. നമ്മുടെ ഭരണഘടനയും അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാണ് ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത്. ഇനി നമുക്ക് പറയേണ്ടത് 1975 ഈ വിവാദപരമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ നയിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് 1971 ഗംഭീര ഇന്ദിരാഗാന്ധിയുടെ വിജയം. ഗരീബി ഘടാവോ മുദ്രാവാക്യമുയർത്തി ഇന്ത്യയിൽ വലിയ ഭൂരിപക്ഷത്തിന് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും വിജയിക്കുന്നു. എന്നാൽ രാജ്നാരായണൻ ഇന്ദിരാഗാന്ധിയുടെ വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ കേസ് കൊടുക്കുന്നു. അങ്ങനെ 1971 ഇന്ദിരാഗാന്ധിയുടെ വിജയം അലഹാബാദ് ഹൈക്കോടതി റദ്ദ് ചെയ്യുന്നു. അത് സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ കൊടുക്കുന്ന തൽക്കാലം ഇന്ദിരാഗാന്ധിയെ ആ ഒരു വിധി നടപ്പാക്കുന്നത് തൽക്കാലം നിർത്തിവെക്കുന്നു. അതിന്റെ വിധി വരുന്നവരെ പാർലമെന്റിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയോ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയോ ചെയ്തിരുന്നത് സുപ്രീം കോടതി ഉപാധി വയ്ക്കുന്നതോടുകൂടി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഒരു പശ്ചാത്തലം. അത് മാത്രമാണെന്ന് പറയാൻ വയ്യ. ഗുജറാത്തിലും ബീഹാറിലുമെല്ലാം പ്രതിപക്ഷ നേതാക്കളുടെയും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. അതിനൊരു ആഭ്യന്തര കലാപമായി വളരാനുള്ള സാധ്യത മുൻകൂട്ടി മണക്കുന്നു. ഇതുകൂടാതെ 1973 ഒരു ക്രൂഡ് ഓയിൽ പ്രൈസ് ക്രൈസിസ് വരുന്നു. എന്ന് മാത്രമല്ല 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധാനന്തരം ഇന്ത്യയിലുണ്ടായ കെടുതികളെല്ലാം തന്നെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ നയിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യയിലെ ഏതാണ്ട് 23 സംഘടനകളെ, RSS, ജമാഅത്തെ ഇസ്ലാമി, കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ തുടങ്ങിയ നിരവധി സംഘടനകളെ നിരോധിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല മിസ, കൊഫോപസെ, DISIR തുടങ്ങിയ കരിനിയമങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകരെ, ഏതാണ്ടെല്ലാം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാം തന്നെ 1 ലക്ഷത്തോളം വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ രാജ്യത്തുടനീളമുള്ള ജയിലുകൾ അടച്ച് പകവീട്ടുകയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചെയ്തത് എന്നുള്ളതും ചരിത്രത്തിന്റെ ഭാഗം. ജയപ്രകാശ് നാരായണൻ, രാജ്നാരായണൻ, മൊറാർജി ദേശായി, വിജയരാജ സിന്ധ്യ, മുലായം സിംഗ് യാദവ്, ചരൺ സിംഗ്, ജോർജ് ഫെർണാണ്ടസ്, അടൽ ബിഹാരി വാജ്പേയി, അദ്വാനി, ഗായത്രി ദേവി, ശരത് യാദവ്, ലല്ലു പ്രസാദ് യാദവ്, രാംവിലാസ് പാസ്വാൻ തുടങ്ങിയ നിരവധി നേതാക്കളെ ജയിലിലടച്ചു. കേരളത്തിലും നിരവധി രാഷ്ട്രീയ നേതാക്കളെ ജയിലിലടച്ചിട്ടുണ്ട്. അക്കാലത്തൊക്കെ പറഞ്ഞു കേട്ടൊരു സംഭവമുണ്ട്. പോലീസ് സ്റ്റേഷനൊക്കെ അടുത്ത് താമസിക്കുന്ന വീടുകളിൽ ഉള്ളവർ പറഞ്ഞു കേൾക്കും, രാത്രി 12 മണിക്കും 1 മണിക്കുമെല്ലാം പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വലിയ നിലവിളി ഉയരുമായിരുന്നു അത്രേ. ക്രൂരമായ മർദ്ദനം. രാജൻ സംഭവവും രാജൻ കഥയും നമ്മൾ മറന്നിട്ടല്ല, അത് വഴിയെ പറയാം. അക്കാലത്ത് ജയിലിലടയ്ക്കപ്പെട്ട് ക്രൂരമായ മർദ്ദനത്തിന് വിധേയനായ വ്യക്തിയാണ് ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും സൗന്ദര്യമാണ്. അതുപോലെ തന്നെ അക്കാലത്ത് ജയിലിലടയ്ക്കപ്പെട്ട വാജ്പേയിയുടെയും അദ്വാനിയുടെയും പിൻഗാമികളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നും വിചിത്രം. ഇത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും സൗന്ദര്യം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരന് നൽകുന്ന ആത്മധൈര്യവും. ഇങ്ങനെയൊക്കെ നമ്മൾ ജനാധിപത്യത്തെയും ഭരണഘടനയെയും പറ്റി ഊറ്റം കൊള്ളുമ്പോഴും അന്ന് അക്കാലത്ത് അടിയന്തരാവസ്ഥയെ നഖശിഖാന്തം എതിർത്തവർ, ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ, ഇന്ന് നമ്മുടെ ഭരണഘടനയോടും ജനാധിപത്യ സംവിധാനങ്ങളെയും പുച്ഛിക്കുന്നതും അത് മാറ്റിയെഴുതി മറ്റൊരു പ്രാചീന സംസ്കൃതിയുടെ കൊടിക്കീഴിൽ കൊണ്ടുവരാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും കാണാതിരിക്കാൻ തരമില്ല. ഇന്നും ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് 1975 യഥാർത്ഥത്തിലും തെളിഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച, ജനാധിപത്യം വെല്ലുവിളിച്ച ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർ പറയുന്നത്.
ഒരു കാലത്ത് തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് എക്കാലത്തും ആ തെറ്റ് ആവർത്തിക്കും അവർ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ഈ പറയുന്നതിൽ തീരെ വസ്തുതയില്ല എന്നുള്ളത് സമീപകാല ചില സംഭവങ്ങളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അക്കാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ധീരതയോട് പോരാടിയിരുന്ന ജയപ്രകാശ് നാരായണനും രാജ്നാരായണനും മൊറാർജി ദേശായിയും ചരൺ സിംഗും ജോർജ് ഫെർണാണ്ടസും അടൽ ബിഹാരി വാജ്പേയിയും അദ്വാനി അല്ലെങ്കിൽ EMS AKG ഈ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ തുടങ്ങിയവർ അനുഭവിച്ച യാതനകളുടെ 1000-ൽ ഒരു അംശം പോലും ഇന്നത്തെ നേതാക്കൾ, പ്രത്യേകിച്ചും ഇന്ന് ഭരണത്തിൻ്റെ സുഖശീതളമയിലിരിക്കുന്നവരും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ഇങ്ങനെ കോമരം തുള്ളുന്ന പോലെ തുള്ളുന്ന ചില നേതാക്കളും അനുഭവിക്കുന്നില്ല അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ മറന്നുകൂടാ. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാകട്ടെ അന്ന് ഭരണത്തിൻ്റെ സുഖശീതളമയിലായിരുന്നു എന്നുള്ള കാര്യവും നാം മറന്നുകൂടാ. അക്കാലത്തെ രാജൻ കേസ് പറയാതെ പോകാൻ തരമില്ല. കോഴിക്കോട്ടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരൻ പിന്നെ പുറം ലോകം കണ്ടിട്ടില്ല. കാണാതായ മകനെ തേടി അലഞ്ഞ വയോവൃദ്ധനായ ഈശ്വരവാര്യർ ഇന്നും മലയാളിക്ക് നോവായി മനസ്സിലുണ്ട്. ആ പാപക്കറ കോൺഗ്രസിന്റെ ഡ്രസ്സിൽ നിന്നും വസ്ത്രങ്ങളിൽ നിന്നും മാഞ്ഞു പോകുമെന്ന് നാം കരുതുന്നില്ല. ഏതാണ്ട് 1,00,000-ൽ പരം രാഷ്ട്രീയ പ്രവർത്തകർ ജയിലിനകത്തായി. പത്രസ്വാതന്ത്ര്യം പരിപൂർണമായും ഏറെക്കുറെ നിഷേധിക്കപ്പെട്ടു. നിരവധി ജേർണലിസ്റ്റുകൾ ജയിലിലടയ്ക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലുടനീളം നിർബന്ധ വന്ധ്യംകരണം നടപ്പിലാക്കി തുടങ്ങി. നിരവധി ചേരിപ്രദേശങ്ങൾ ഇടിച്ചു തകർക്കുന്ന നിലയുണ്ടായി എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ വിസ്മരിക്കാവുന്നതല്ല. അങ്ങനെ അടിയന്തരാവസ്ഥയിൽ നടന്ന ക്രൂര പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് അനന്തമായി നീളുകയാണ്. അതിൻ്റെ പാപക്കറയെല്ലാം ഏത് ഗംഗയിൽ കുളിച്ചാലും തീരാത്തത്രയുമുണ്ട് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി പേറുന്ന ഒരു മഹാപാപമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭരണത്തിലിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇനി ഭരണത്തിലിരിക്കാൻ പോകുന്നവർക്കും ഇതൊരു പാഠമാകേണ്ടതാണ്. അധികാരത്തിൻ്റെ മത്തം പിടിച്ച് ഇന്ത്യൻ ജനതയെ വെല്ലുവിളിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞത് ചരിത്രമാണ്, വസ്തുതയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോ നേതാവിനെയോ അപമാനിക്കാനോ അപഹസിക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഈ വീഡിയോ എന്ന് എടുത്തു പറയട്ടെ.